മല്ലിക പൂത്താൻ മണ്ണാർക്കാട് പൂരം വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. അടുത്ത മണ്ണാർക്കാട് പൂരത്തിന് ഒപ്പം ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടി ഉണ്ടാകാൻ പോകുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ MLA ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ തൃശൂർ ആസ്ഥാനമായി ദക്ഷിണേന്ത്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ബ്രാഞ്ച് മണ്ണാർക്കാടും ആരംഭിച്ചു. കേരളത്തിന്റെ വ്യവസായ ഭൂമികയിൽ സഹകരണ പ്രസ്ഥാനത്തിലൂടെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാനുഫാക്ചറിംഗ് ആൻഡ് അസംബ്ലിംഗ് യൂണിറ്റ് ആരംഭിക്കുവാൻ കഴിഞ്ഞു. ഇതിലൂടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം. 4EV നിർമ്മാണം, സെയിൽസ് ആൻഡ് സർവീസ്, ചാർജിംഗ് സ്റ്റേഷനുകൾ, TRGP താത്വിക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, GP അക്കാദമി ആൻഡ് GP ലോജിസ്റ്റിക്സ്, GP അവന്യൂ ആൻഡ് അനുബന്ധ സ്ഥാപനങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 100ഓളം ശാഖകളാണ് ലക്ഷ്യമിടുന്നത്. പാലക്കാട് ജില്ലയിലെ മൂന്നാമത്തെ ശാഖയാണ് മണ്ണാർക്കാട് MES കോളേജിന് സമീപം അവന്യൂ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജനനന്മയും നാടിന്റെ വികസനവും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് MLA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പരമാവധി വായു മലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ കുറക്കാനുള്ള നടപടികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഒരു സംരംഭകൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം വിജയകരമായി ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ഓഫീസാണ്, ഒരു ഔട്ട്ലെറ്റാണ് തുടക്കം കുറിച്ചത്. ഏറെ സന്തോഷമുണ്ട്. പ്രകൃതിയുടെ ഏറ്റവും വിശുദ്ധമായ, ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിൽ ആ പ്രകൃതിയെ പരിരക്ഷിക്കാനുള്ള, പ്രകൃതിയെ പരിരക്ഷിച്ചുകൊണ്ട് ആധുനിക ജീവിതം നയിക്കാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അതേറെ ഗുണകരമാണ്. ആ സംരംഭകൻ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നല്ല നേട്ടങ്ങൾ കൈവരിച്ച് ശ്രീ സതീഷ് മുന്നോട്ട് വരികയാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ ഫൗണ്ടർ സതീഷ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റിയുടെ വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഗ്രീൻ പവർ MES ഒരു പുതിയ മേഖലയിലേക്ക് കൂടി അതിൻ്റെ പ്രവർത്തനം മണ്ഡലം മാറ്റിയിട്ടുള്ളത്. ഏതൊരു സഹകരണ പ്രസ്ഥാനത്തെയും പോലെ തന്നെ ബാങ്കിങ് ആക്ടിവിറ്റീസൊക്കെ ഗ്രീൻ പവർ MES എന്ന സഹകരണ പ്രസ്ഥാനത്തിലുമുണ്ട്. എന്നാൽ നമ്മൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസൃതമായ പ്രൊജക്റ്റുകളിലൂടെയാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ അനവധി സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിൽ, ഇങ്ങനൊരു സഹകരണ പ്രസ്ഥാനം കൊണ്ടുവരുമ്പോൾ അത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ സ്വന്തമായ ഒരു ബ്രാൻഡിൽ നമ്മൾ വാഹനം നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനമാണ് എന്നുള്ളത് ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഒരു സാമ്പത്തിക സുസ്ഥിരതയാണ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്താണ് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടത്. നമുക്കറിയാം, ഇന്ന് കാണുന്ന സാമ്പത്തിക മേഖലയിലുള്ള പല ഡിസ്പ്യൂട്ടുകളുടെ എല്ലാം പ്രധാന കാരണം നമ്മളൊരു പരമ്പരാഗത ബാങ്കിങ് സിസ്റ്റം മാത്രം പരിപോഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിനനുസൃതമായ മാറ്റം എല്ലാ മേഖലയിലും വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സഹകരണ മേഖലയിലും അത് നിർബന്ധിതമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ഡിസ്പ്യൂട്ടുകളും നമ്മുടെ അടുത്ത പ്രദേശത്തൊക്കെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളുടെ എല്ലാം പ്രധാന കാരണം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ പരിമിതിയാണ് ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ചെറിയ വെല്ലുവിളി. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സാധ്യതകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളുടെ പിൻബലത്തിലാണ് ഗ്രീൻ പവർ MES മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ സജന ടീച്ചർ, കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത, KPS പയ്യനടം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പി ഗിരീഷ് മാസ്റ്റർ, തീർത്ഥ സുഭാഷ്, പി മുഹമ്മദ് കോയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സൊസൈറ്റിയുടെ സാരഥികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിശേഷങ്ങൾക്കായി 7594001155, 9645001507 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.